തുടങ്ങാം അല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഞാന് ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ മനുഷ്യായുസ്സില് ലഭിച്ച വലിയൊരു മഹാഭാഗ്യം. ഭാരതത്തില് കുംഭമേള നടക്കുന്ന സമയത്ത് ഭാരതത്തില് ജീവിക്കാൻ, അതില് പങ്കെടുക്കുവാനും സാധിച്ച ഒരുപാട് പേരുണ്ട്. അവരുടെ അനുഭവങ്ങൾ കേൾക്കാനെങ്കിലും നമുക്ക് സാധിക്കുന്നു എന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. ഇനി ഒരു മനുഷ്യായുസ്സില് നമ്മുടെ 2 തലമുറ വന്നാൽ പോലും ഒരു മഹാകുംഭമേളയുടെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചില്ല എന്ന് വരാം. ഭാരതത്തിന്റെ യശസ് ലോകത്ത് മുഴുവൻ വ്യാപിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഘാടന മികവ് കൊണ്ട് മികവാർന്ന ഒരു കുംഭമേളയിൽ പങ്കെടുക്കുവാൻ എനിക്കും എല്ലാവരുടെയും ഈ നമ്മുടെ കൂട്ടായ്മയുടെ എല്ലാവരുടെയും പ്രാർത്ഥനയൊന്നായിട്ടാണ് ഞാനിത് കാണുന്നത്. എനിക്ക് കുടുംബസമേതം തന്നെ അതിൽ പങ്കെടുക്കുവാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നത് കുംഭമേള നഗരി സന്ദർശിച്ച ഒരാൾക്ക് മാത്രമേ നമുക്ക് ഈ പത്രത്താളുകളിൽ കാണുന്ന വാർത്തകൾ എത്രത്തോളം ശരിയാണ് എന്ന് ബോധ്യമാവുകയുള്ളൂ. കാരണം സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ദേശീയോക്തിപരമായ ഒരു സന്ദേശമാണ് നൽകിയത് എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവിടെ പോയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും. ഓരോ ദിവസവും കുംഭമേള നടന്ന ഓരോ ദിവസത്തെയും അനുഭവങ്ങൾ വ്യത്യസ്തമാണ് എന്ന് മാത്രമല്ല, ഓരോ കുംഭമേള നഗരിയിലെ ഓരോ സ്ഥലങ്ങളും വ്യത്യസ്ത അനുഭവങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടാകാം. ഒരാൾക്ക് നൽകിയ അനുഭവം ആയിരിക്കില്ല യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അവിടെ എന്താഗ്രഹിച്ചാണോ ഓരോരുത്തരും എത്തിയിട്ടുള്ളത്, അവർക്ക് ഓരോരുത്തർക്കും ആഗ്രഹിച്ചത് ലഭിച്ചു എന്നുള്ള രീതിയിലുള്ള സന്ദേശം നമ്മൾ എല്ലാവരും ശ്രവിച്ചു. അതുപോലെ ഈ മഹാകുംഭമേളയുടെ ആദ്യഘട്ടത്തിലൊന്നും പോവാൻ ആഗ്രഹമില്ലായിരുന്നു. പിന്നീട് ഒരു ഘട്ടം എത്തിയപ്പോഴാണ് അതിയായ ആഗ്രഹം മൂത്ത് എങ്ങനെയായാലും പോകും എന്ന ഒരു ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് പല വഴികൾ ആലോചിച്ച് ബസ്സിൽ പോകാൻ നോക്കി, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ നോക്കി, ട്രെയിൻ നോക്കി. ഇതൊന്നും ലഭ്യമാകാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ എൻ്റെ മകളെയും ഭാര്യയെയും കൂട്ടിക്കൊണ്ട്, എൻ്റെ 2 സുഹൃത്തുക്കളെയും കൂട്ടി സ്വന്തം വണ്ടി ഓടിച്ചുകൊണ്ട് കുംഭമേളയുടെ അവസാന ഘട്ടത്തിൽ ആണെങ്കിൽ പോലും, അതായത് സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ അവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത്. ഫെബ്രുവരി 19 യാത്ര ആരംഭിച്ച് 21 വലിയ തിരക്കൊന്നുമില്ലാതെ ത്രിവേണി സംഗമത്തിന് അടുത്ത് തന്നെ എത്തിച്ചേരാൻ കഴിഞ്ഞു. ഗംഗാ സ്നാനം ചെയ്യാൻ സാധിച്ചു. ഒരു മഹാഭാഗ്യാണ് അത്. എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഇങ്ങനെ ഒരു യാത്രയുടെ, ഒരു മഹാകുംഭമേളയുടെ ഭാഗമാകാൻ സാധിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, പക്ഷെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കുംഭമേളയിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ ഉപനിഷത്ത് ആചാര്യന്മാരും മറ്റു ആചാര്യന്മാരും ഒക്കെ ഉണ്ട്. ഗിഡ നീലമന ഈശ്വരട്ടൻ പങ്കെടുത്തിട്ടുണ്ട്, കൊമ്പംകുളം വിഷ്ണുവേട്ടൻ പങ്കെടുത്തിട്ടുണ്ട്, അതുപോലെ കണ്ണാടി വാസുവേട്ടൻ. ഇവരൊക്കെ ഈ കുംഭമേളയുടെ ഭാഗമായി പങ്കെടുത്ത ആൾക്കാരാണ്. ആരൊക്കെയാണ് ജോയിൻ ചെയ്തത് എന്ന് അറിയില്ല. ഇന്നത്തെ ഈ യോഗത്തിലൂടെ, ഈ ഓൺലൈൻ സത്സംഗ വേദിയിലൂടെ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് നമുക്കുണ്ടായ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും അത് നമുക്ക് രേഖപ്പെടുത്തി വെക്കുവാനുമുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. എത്ര സമയം നീണ്ടുപോയാലും കുഴപ്പമില്ല. ഇതിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി വൈസ് നാരായണേട്ടനെയും ഹിതേഷ് പത്തിയിലെയും ഏൽപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ആദരണീയ സദസ്സിന് വന്ദനം. നന്ദി ശ്രീരാമേട്ട. അദ്ദേഹം ഏതൊരു യാത്രയിലാണെന്ന് തോന്നുന്നു, അതാണ് അദ്ദേഹം വേഗം കാര്യം പറഞ്ഞ്
ചെറിയൊരു പ്രാർത്ഥനയായിട്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. പ്രാർത്ഥനയ്ക്കായിട്ട് ശ്രീ മനോജേട്ടനെ ക്ഷണിക്കുന്നു. ഹരഹര മഹാദേവ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണീതാരം പ്രണതോസ്മി സദാശിവം. ഹരഹര മഹാദേവ. ശംഭോ. നമസ്കാരം. വളരെയേറെ കാലങ്ങൾക്ക് ശേഷം 12 വർഷം ഇടവിട്ട് കുംഭമേള നടക്കുന്നുണ്ടെങ്കിലും വളരെയേറെ കാലങ്ങൾക്ക് ശേഷമാണ് പൂർണ്ണ കുംഭമേള വരുന്നത്. വളരെ ബ്രീഫായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്ന് സംസാരിക്കാം. നമ്മുടെ പാലാഴി മദനത്തിന്റെ കഥയും അതിനുശേഷം അമൃതകുംഭം കൊണ്ട് നടക്കുന്ന കൊണ്ടുപോകുന്ന ദുരിതൻ 4 സ്ഥലങ്ങളിലായി അമൃതത്തിന്റെ തുള്ളികൾ ഇറ്റുവീഴുകയും അങ്ങനെ ആ 4 സ്ഥലങ്ങൾ ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക്, പ്രയാഗ്രാജ്, അങ്ങനെ 4 സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. ഇതിനെ പറ്റിയുള്ള പരാമർശങ്ങൾ ഭാഗവത പുരാണത്തിലും വിഷ്ണുപുരാണത്തിലും മറ്റനേകം പുസ്തകങ്ങളിലും കാണാനുണ്ട്. ഇതില് കൂടുതൽ നോക്കുമ്പോൾ ഇതിലൊക്കെ ജ്യോതിഷപരമായിട്ടുള്ള പല കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലാണ് കുംഭമേള നടക്കുന്നത്. അതിന് കൃത്യമായിട്ട് ജ്യോതിഷമായിട്ടുള്ളൊരു കണക്കുകളുണ്ട്. പ്രയാഗ്രാജിനെ പറ്റി പറയുമ്പോൾ വളരെ മഹത്വപൂർണമായിട്ടുള്ള കാര്യങ്ങളാണ്. മത്സ്യപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്, തത്ര പ്രയാഗേ സംഘേ യമുനായാം തഥേവച എത്ര സംഗമ മാസാദ്യ മുച്ചതേ സർവകിൽപിഷൈ. എന്നുവെച്ചാൽ പ്രയാഗില് ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലത്ത് ആരാണ് അവിടെ സ്നാനം ചെയ്യുന്നത് അവിടെ അവരുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാവും എന്ന് പറയുന്നുണ്ട്. പത്മപുരാണത്തില് സ്വർഗഖണ്ഡത്തില് പ്രയാഗം ഭുവനാനാം തു സർവതീർത്ഥേശ്വരം വിദു മാഘേ സ്നാത്വാഹി കുംഭേ തു ബ്രഹ്മലോകേ ഗമിഷ്യതി. പ്രയാഗത്തില് വെച്ചാല് എല്ലാ തീർത്ഥസ്ഥാനങ്ങളുടെയും ദേവനാണ് പ്രയാഗ്. അതുകൊണ്ട് പ്രയാഗ്രാജ് എന്ന് പറയുന്നു. അവിടെ കുളിക്കുകയാണെങ്കിൽ കുംഭമേള സമയത്ത് കുളിക്കുകയാണെങ്കിൽ മാഘമാസത്തില് അവര് ബ്രഹ്മലോകം പ്രാപിക്കുന്നതാണ് പറയുന്നത്. ബ്രഹ്മപുരാണത്തിൽ പറയുന്നുണ്ട്, പ്രയാഗേ സ്നാനമാത്രേണ സർവപാപി പ്രമുച്യതേ വിശേഷത കുംഭേ പുണ്യം എത്ര ദേവ സദാസ്ഥിത. എന്ന് വെച്ചാൽ പ്രയാഗരാജിൽ വെറുതെ കുളിച്ചാൽ തന്നെ ഒരാള് അയാളുടെ എല്ലാ പാപങ്ങളെയും കഴുകിക്കളയാൻ പ്രാപ്തനായി എന്നാണ് പറയുന്നത്. കുംഭത്തിലാവുമ്പോ കുംഭമേളയുടെ സമയത്താവുമ്പോ ഇത് വളരെയധികം അവിടെ കുളിക്കുന്നവരുടെ പുണ്യം വളരെയധികം വർദ്ധിക്കും എന്ന് പറയുന്നു. അവിടെ ഉണ്ടായാൽ തന്നെ മതി എന്നാണ് പറയുന്നത്. മഹാഭാരതത്തില് വനപർവത്തില് അതുപോലെ തീർത്ഥയാത്രാ പർവ്വത്തിലൊക്കെ പറയുന്നുണ്ട്, ഗംഗാ യമുനയോ സന്ധൗ ത്രിവേണ്യാം യസ് നാദി മാനവ സ പാപം തത്ക്ഷണാ ത്യക്ത്വാ ബ്രഹ്മലോകം ഗതോ നരാം. ഗംഗാ യമുന സരസ്വതി കൂടിച്ചേരുന്ന സ്ഥലത്ത് കുളിച്ചു കഴിയുമ്പോൾ ആ കുളിക്കുന്ന ആളുടെ പാപം വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവുകയും ബ്രഹ്മലോകത്തേക്ക് പോകാൻ യോഗ്യനാവുകയും ചെയ്യുന്നുണ്ടെന്ന് പറയും. അപ്പൊ ഇത്രയധികം പുരാണങ്ങളൊക്കെ ഉദ്ഘോഷിക്കുന്ന കുംഭമേള ഇത്തവണ അത് 5 പ്രധാന സ്നാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. മകരസംക്രാന്തി ദിവസം, മൗനി അമാവാസി ദിവസം, വസന്ത പഞ്ചമി ദിവസം, മാഘ പൗർണമി ദിവസം, മഹാശിവരാത്രി ദിവസം. അപ്പൊ ഇങ്ങനെ 5 പ്രധാന ഇതും അല്ലാതെയും ചെല്ലുന്നവർക്കൊക്കെ എപ്പോ വേണേലും തീർത്ഥങ്ങളിൽ കുളിക്കാന്നുള്ളൊരു അവസ്ഥയായിരുന്നു. നമ്മളൊക്കെ മനസ്സുകൊണ്ട് അവിടെയായിരുന്നു. പല ആൾക്കാർക്കും അവിടെ പോയി ആ ഭാഗ്യം നുകരാൻ പറ്റി. അങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നുള്ളൊരു EVSRSന്റെ പലരുടെയും ഒരു ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു സത്സംഗ വേദി തുറക്കാനും അങ്ങനെ സത്സംഗത്തിനായിട്ട് കുറെ ആളുകൾ, കുറെ മഹത്തുക്കൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോ ഇനി ഇത് കുംഭമേളയ്ക്ക് പോയ ആൾക്കാരെ എല്ലാവരുടെയും പേരുകളൊന്നും എനിക്കറിയില്ല. ചിലരെ പേര്
പോയി ഫോട്ടോ ഇട്ടുള്ളവരുണ്ട്. അവരൊക്കെ ഞാൻ സാധനം ക്ഷണിച്ചോളുന്നു. ദയവീത് നിങ്ങളുടെ അനുഭവങ്ങൾ വർണ്ണിക്കൂ. നമസ്കാരം. ആദ്യം ശ്രീരാമേട്ടനെ തുടങ്ങിക്കോട്ടെ എന്നാ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭാനുപ്രകാശ് മല്ലിശ്ശേരി. കുംഭമേളയിൽ പോകണമെന്ന് തുടക്കത്തിൽ വളരെ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സ്ലോലി അത് കുറേശ്ശെ അത് അതിന്റെ ഒരു എന്താ പറയാ ആഗ്രഹം നടക്കുകയില്ല എന്ന് തോന്നിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ഒരു നിമിത്തമെന്ന നിലയിൽ എൻ്റെ ഭാര്യയോട് സഹോദരൻ വിളിക്കുകയും നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അന്ന് എന്തോ ഭാഗ്യത്തിന് ടിക്കറ്റ് കിട്ടി. അവിടെ പോയി. ഏകദേശം ഫ്ലൈറ്റ് ഇറങ്ങിയ ശേഷം ഒരു 10-15 കിലോമീറ്റർ കാറിൽ സഞ്ചരിച്ചു. അതിനുശേഷം അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. കാരണം പിന്നെ വാഹനങ്ങളൊന്നും അങ്ങോട്ട് പോകില്ല. പക്ഷെങ്കിൽ ഏകദേശം അന്ന് ഉച്ചക്ക് നടക്കാൻ തുടങ്ങി, രാത്രി വരെ നടന്നു. അതായത് കുളിക്കാനാണ് ആദ്യം പോയത്. എന്നിട്ട് നമ്മൾ റൂമിലേക്ക് പോയിട്ടു. കുളിക്കാൻ പോയ ഇത്രയും നടന്നെങ്കിലും ഒരു ക്ഷീണമൊന്നും തോന്നിയില്ല. ഒരു മായാലോകത്ത് എത്തിപ്പെട്ട പോലെയാണ് തോന്നിയത്. ആ കുളിച്ചു കഴിഞ്ഞ ശേഷം ഉണ്ടല്ലോ, അതിനുള്ള ആ ഒരു പ്രത്യേകമായ ഒരു നിർവൃതി വർദ്ധിക്കാൻ വയ്യ. ഇപ്പോ ചെറിയ ഹിതേഷ് പറഞ്ഞതിന് ഉപരി 1-2 കാര്യങ്ങൾ ഈ പ്രയാഗ്രാജിനെ പറ്റി ഇത് ഞാൻ വായിച്ചറിഞ്ഞതെന്ന് പറയാം. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യനഗരമാണ് പ്രയാഗ്രാജ്. തിഥികളിൽ തീർത്ഥരാജ് എന്ന് വിളിക്കും. പുരാതന ഹിന്ദു ഗ്രന്ഥങ്ങളിൽ ഇത് നിരവധി തവണ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം ബ്രഹ്മാവാണ് ഇവിടെ ആദ്യത്തെ യാഗം നടത്തിയത്. ഈ ആദ്യ യാഗത്തിന്റെ പ്രയാഗം, അതായത് യാഗം കൂട്ടിച്ചേർന്ന് പ്രയാഗ എന്ന പേർ രൂപപ്പെട്ടു. പുരാതന ഐതിഹ്യങ്ങളിൽ ഈ നഗരം ഇപ്പോഴും ജീവിക്കുന്നു. മഹാവിപത്തുണ്ടായാലും ഈ നഗരം അതേപോലെ തുടരുമെന്നാണ് പറയുന്നത്. ഗംഗയും യമുനയും സരസ്വതിയും സംഗമിക്കുന്ന സ്ഥലത്തെ ത്രിവേണി സംഗമം എന്ന് വിളിക്കുന്നു. ഈ പുണ്യനദികളുടെ അതുല്യമായ സംഗമ സ്ഥാനത്ത് കുളിക്കുന്നതിലൂടെ എല്ലാ പാപങ്ങളും നശിക്കുകയും പുണ്യം വർദ്ധിക്കുകയും മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു. അത് ഏകദേശം പറഞ്ഞ പോലെ തന്നെയായിരുന്നു. വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചിന്തയുണ്ടായില്ല. അങ്ങനെ ഒരു പ്രത്യേക മായാലോകത്ത് എത്തിപ്പെട്ട പോലെയാണ് തോന്നിയത്. അവിടെ അത് കഴിഞ്ഞാൽ പല തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിക്കാനുള്ള അവസരങ്ങളുണ്ട്. എന്നാലും ചെറിയൊരു ലിമിറ്റഡ് സമയത്ത് ഒരു വിസിറ്റായിരുന്നു. അതുകൊണ്ട് പറ്റുന്ന സ്ഥലത്തൊക്കെ പോയി 2-3 ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു. അതിൽ പ്രധാനമായിട്ട് ഒരു നാഗവാസുകി ക്ഷേത്രമായിരുന്നു. ഇത് നാഗവാസുകി എന്ന് വെച്ചാൽ നാഗരാജ് വാസുകിയായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. വാസുകി പണ്ട് പുരാണങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ നാഗരാജ വാസുകി ദേവന്മാരും അസുരന്മാരും സമുദ്രത്തിൽ മഥനം ചെയ്യുന്ന സമയത്ത് അലർച്ചയായി മാറിയ മന്ദാരജൽ പർവ്വതത്തിനു ചുറ്റും ഒരു കയറിന് രൂപത്തിൽ ഉപയോഗിക്കാൻ തക്കവണ്ണം സ്വയം ശരീരത്തെ സമർപ്പിച്ച നാഗവാസുകിയുടെ ആ ഒരു ക്ഷേത്രമായിരുന്നു. അവിടെ ഈ എന്താ പറയാ, ഈ പ്രധാനപ്പെട്ട ഒരു നാഗപഞ്ചമി ദിനത്തിൽ ഇവിടെ വളരെ പ്രധാനമുള്ളതാണ്. അവിടെ തൊഴാൻ പറ്റി. വളരെ ഒരു അനുഭവമായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. കൂടാതെ അവിടെയുള്ള സ്റ്റേ, പിന്നെ ഒരു പ്രത്യേകമായി പറയേണ്ടത് വളരെ വൃത്തിയാണ്. സ്ഥലവും എല്ലായെങ്കിലും പോകാനോ ഏത് രാത്രിയിലും നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റും. ഒരു പ്രശ്നമില്ല, ഒരു പേടിയും പേടിക്കണ്ട ആരും. അതൊക്കെ വളരെ ഒരു സംഘാടന മികവ് തന്നെയായിരുന്നു ഗവൺമെന്റിന്റെ. എല്ലാം ക്ലീൻനെസ് ഒന്ന് പറയാതിരിക്കാൻ വയ്യ. വളരെ ക്ലീൻ ആയിരുന്നു എല്ലാ ഭാഗവും. ഇത്രയും ആൾക്കാരെ ആ ഒരു പുണ്യഭൂമി ഏറ്റെടുത്തിട്ടും ഒരു എന്താ പറയാ,
മാലിന്യങ്ങളോ എവിടെയും കണ്ടില്ല. എല്ലാം അപ്പോഴപ്പോൾ അവർ ക്ലീൻ ചെയ്ത് പോവുകയായിരുന്നു. എന്നാലും വളരെ ഒരു അനുഭവമായി. ഇനി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയില്ല നമ്മളെ ഈ ജീവിതത്തിൽ. കാരണം ഇത് 144 വർഷം കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്നാനം കൂടി ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല. എന്നാലും അടുത്ത ഒരു 12 കൊല്ലം കഴിഞ്ഞാൽ ഒന്നും കൂടി വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. പേര് വിളിക്കേണ്ടതില്ല, ഓരോരുത്തർ സ്വയമേവ വന്ന് മുന്നോട്ട് വന്ന് സംസാരിക്കുകയാണ് വേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദിലീപ്, പൂജാപഠനം 5ാം ബാച്ച് പഠിതാവാണ്. അപ്പോ ഇപ്രാവശ്യത്തെ കുംഭമേളയിൽ പങ്കെടുക്കാൻ എനിക്കും ഒരു ഭാഗ്യം കിട്ടി. ആകസ്മികമായിട്ടാണ് അങ്ങനെ ഒരു മീൻസ് ചാൻസ് കിട്ടിയത്. അപ്പോ പൂജാപഠനം 4ാം ബാച്ച് പഠിതാവ് ശ്രീജിത്ത് കുട്ടേരന്റെ അനിയൻ ഇങ്ങനെ യാത്ര സ്ഥിരം പോകുന്ന ആളാണ്. അപ്പോ ഒരു ദിവസം അമ്മാത്ത് പോയ സമയത്ത് ചോദിച്ചു, ഇങ്ങനെ കുംഭമേളക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ മീൻസ് കേട്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നുണ്ടായിരുന്നത് കുംഭമേള എന്നുള്ളത്. അപ്പോ എന്താണ് സംഭവം ചോദിച്ചു, പറഞ്ഞു എങ്ങനെയാണ് കാര്യങ്ങൾ, പോരുന്നു ചോദിച്ചു. ആ സമയത്ത് ഒരു യെസ് മൂളി. അങ്ങനെ കിട്ടിയൊരു ഭാഗ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങളൊരു 8 പേരുണ്ടായിരുന്നു. ഒരു 8 ദിവസത്തോളം ഉള്ളൊരു യാത്രയായിരുന്നു. പ്രയാഗ്രാജും അതുപോലെ തന്നെ അയോധ്യ, വാരണാസി, അങ്ങനെ ഒരു 2-3 സ്ഥലങ്ങൾ യോജിപ്പിച്ചിട്ടുള്ള ഒരു യാത്രയാണ് പോയത്. അപ്പോ അവിടുത്തെ അനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, നമ്മുടെ സകല പാപങ്ങളും നമുക്ക് കഴുകിക്കളയാന്ന് പറയല്ലോ, ഏകദേശം അതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾക്കും. പറയാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ചെയ്ത തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം നമ്മൾ അവിടെ ചെയ്തിട്ട് പോകുന്നു എന്നുള്ള പോലെയാണ് ഉണ്ടായത്. ഞങ്ങൾ ആദ്യം അവിടെ റൂമൊക്കെ ബുക്ക് ചെയ്തായിരുന്നു. ഞങ്ങള് 27-ാം തീയതി രാവിലെയാണ് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയത് കൊച്ചിയിൽ നിന്ന്. 27-ാം തീയതി ഏകദേശം ഉച്ചയോടെ അടുപ്പിച്ച് അവിടെ ലാൻഡ് ചെയ്തു. അതിനുശേഷം അവിടെ വണ്ടികൾ ഉള്ളിലേക്ക് അധികം പോവില്ല. കാരണം അവിടെ ഇത്രയും ആൾക്കാർ എത്തുന്നതുകൊണ്ട് തന്നെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നടക്കണമായിരുന്നു. അപ്പൊ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത് വണ്ടി പോകുന്ന ഒരു സ്ഥലം നോക്കിയിട്ടായിരുന്നു. ഞങ്ങൾക്ക് അധികം എന്താ പറയാ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് ടെന്റുകൾ ഉണ്ടായിരുന്നു. ഈ പല ആശ്രമത്തിന്റെ ഇതിലുണ്ടായിരുന്നു. അല്ലാതെ ഞങ്ങൾ പുറമെ റൂമാണ് ബുക്ക് ചെയ്തത്. അവിടെ ചെന്ന സമയത്ത് നമ്മൾ ചോദിച്ച സമയത്ത് റൂമില്ല, അവര് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞങ്ങൾ പെരുവഴി ആദ്യം തന്നെ ചെന്ന ദിവസം തന്നെ പെരുവഴിയിലായ ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒപ്പമുള്ള പരിചയത്തിൽ ഒരു സ്വാമി അവിടെ ഒരു എന്താ പറയാ ടെന്റ് ഒക്കെ അടിച്ച് അവര് ഈ ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഓരോരോ എന്താ പറയാ ഈ പ്രയാഗ്രാജിൽ ഓരോരോ ഏരിയ നമുക്ക് വൈസ് അവര് തിരിച്ചിട്ടുണ്ട്, ഓരോ സെക്ടേഴ്സ്. അതിൽ തന്നെ ഓരോരോ ഏരിയയിലും പല ആശ്രമങ്ങളുടെ വക ടെന്റുകൾ ഉണ്ടാവും. അവിടെ ഭജന ഉണ്ടാവും. അവിടെ നമുക്ക് എന്താ പറയാ, നമുക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെ അതിലൊരു സ്വാമിയുടെ ടെന്റിലാണ് ഞങ്ങൾക്ക് പിന്നെ താമസം ഉണ്ടായത്. ഒരു 3 ദിവസവും അവിടെ തന്നെ ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അനുഭവം ടെന്റില് കിടന്നുറങ്ങാൻ. ഞങ്ങള് ചെന്ന സമയത്ത് 27-ാം തീയതി ഏകദേശം ഒരു 10-11 മണിക്ക് പ്രയാഗിൽ ഇറങ്ങിയെന്നുണ്ടെങ്കിലും ഞങ്ങള് ഏകദേശം ഒരു രാത്രി 9-10 മണി ആയി അവിടെ ടെന്റിൽ എത്തിയ സമയത്ത്. അത്രയും നടക്കാണ്ടായിരുന്നു. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 മണിക്കൂർ. നമുക്ക് ഭാഷ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അധികം ആൾക്കാർക്ക് ഹിന്ദി അത്ര അറിയില്ല. നമ്മള് തട്ടിക്കൂട്ട് ഹിന്ദി മാത്രമായിട്ടാണ് പോണത്. എന്നിരുന്നാൽ പോലും നമുക്ക് വലിയ വിഷയങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് അവിടെ എത്താൻ പറ്റി. അവരുടെ ആതിഥ്യ മര്യാദ പറയാൻ പറ്റില്ല നമുക്ക്. ഞങ്ങളെ ഒരു സമയം എന്താ പറയാ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് പോയത്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല. നമുക്ക്
ഭാഷ പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം ഇത്ര ആൾക്കാർ വരുന്ന സമയത്ത് നമുക്ക് ഫോൺ വിളിച്ചാൽ കേൾക്കുന്ന കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നിരുന്നാൽ പോലും അദ്ദേഹം തുരുതരാ ഞങ്ങളെ ഞങ്ങള് പോലീസുകാരായിട്ട് സംസാരിച്ച് വഴിയൊക്കെ കണ്ടുപിടിച്ച്, കാരണം പോലീസുകാർക്ക് പോലും വഴി അറിയാത്ത കുറച്ച് സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാവർക്കും എല്ലാ റൂട്ടും അറിയില്ല, കാരണം അത് അത്രയും ഒരു വാസ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമുക്ക് ഞങ്ങൾ അതിന്റെ അതായത് ഈ ഓരോ സെക്ടേഴ്സിന്റെ എൻട്രൻസിൽ നമ്മൾ ചെന്നിട്ട് ഞങ്ങൾ സെക്ടർ 30 എന്ന് ചോദിക്കും. പക്ഷെ ചോദിക്കുന്ന സമയത്ത് ഇത് കിടക്കുന്നത് മറ്റേ നദി മുറിച്ച് കടന്ന് അതിന്റെ അപ്പുറത്തെ സൈഡിലാണ് സെക്ടർ 13 ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാർക്ക് അറിയണ്ടായിരുന്നില്ല. ഞങ്ങള് ഏകദേശം ഒരു 10 മണി 11 മണിയൊക്കെയാണ് അവിടെ എത്തിയത്. എന്നിരുന്നാൽ പോലും ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നും ഒക്കെ നമുക്കൊരു എന്താ പറയാ, നമ്മുടെ നമ്മുടെ ആൾക്കാരുടെ എവിടെയാണോ ആ ഒരു ഫീൽ തന്നെയാണ് എനിക്കും കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് ത്രിവേണി സംഗമത്തിലാണ് സ്നാനം ഉണ്ടായത്. 28-ാം തീയതി സ്നാനം ഉണ്ടായി. അതുപോലെ തന്നെ 29-ാം തീയതി സ്നാനം ഉണ്ടായി. 29-ാം തീയതി മറ്റേ സാഹി സ്നാനം, അതായത് ഈ എന്താ പറയാ, കുംഭമേളയിൽ 5 ദിവസങ്ങളാണല്ലോ പ്രാധാന്യമുള്ളത്. അപ്പൊ അതില് ഒരു ദിവസമാണ് 29-ാം തീയതി ഉണ്ടായിരുന്നത്. അപ്പോ അന്നും സ്നാനം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, അന്ന് തിരക്കിലൊക്കെ പെട്ടു. ഏകദേശം ഒരു 2-3 മണിക്കൂർ അതിന്റെ ഉള്ളിലായിരുന്നു, തിരക്കിന്റെ ഉള്ളിലായിരുന്നു. പിന്നെ രക്ഷപ്പെട്ട് പുറത്തേക്ക് എത്തി. നമുക്ക് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. നമുക്ക് മീൻസ് സ്പിരിച്വൽ ബേസ്ഡ് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് ലൈഫ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ജീവിത രീതികള്, നമുക്ക് പല ആൾക്കാരായിട്ടുള്ള കോണ്ടാക്ട്സ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് അവിടെ പുതിയൊരാളാണ്. എന്നിരുന്നാൽ പോലും തിരിച്ചിവിടെ ഇപ്പൊ ഇല്ലത്തെത്തിയ സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അഖാരാസ് അവരെ കാണാനും അതുപോലെ തന്നെ മീൻസ് അധിക സമയം അവിടെ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടിയില്ല. കാരണം നമുക്ക് പല പല ഏരിയാസ് കവർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ പല അഖാരാസ് കാണാൻ പോയി. പിന്നെ ഞങ്ങൾ ചെന്ന സമയം കുറച്ച് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നമുക്കത് അധികം അവിടെ നിൽക്കാൻ പറ്റിയില്ല. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മൾ ഏതൊരു എന്താ പറയാ ആശ്രമത്തിൽ പോയാലും രാവിലെ ഉച്ചയ്ക്കോ രാത്രിയോ ഒരു വിഷയമില്ല, ഭക്ഷണം ഉണ്ടായിരിക്കും അവിടെ, കഴിക്കാം. സുഖമായിട്ട് നമുക്ക് വിശപ്പ് മാറും. നമ്മളിപ്പോ ഈ ഇവിടെയൊക്കെ നമ്മള് 10-20 ഐറ്റംസ് ഒക്കെ കൂട്ടി ഭക്ഷണം കഴിക്കണേക്ക് എത്ര ടേസ്റ്റി ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മള് അവിടെയൊക്കെ രാത്രി എന്താ പറയാ റൊട്ടി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വെറൈറ്റി ഫുഡുകളാണ്. അതുപോലെ കുറച്ച് മധുരമുള്ള ചോറ്, അതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പൊ എന്നിരുന്നാലും നമുക്കൊരു വല്ലാത്തൊരു അനുഭൂതി ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നായിരുന്നു. 8 ഡിഗ്രി ഒക്കെ തണുപ്പുണ്ട്, അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കണം. എനിക്ക് കുറച്ച് ആസ്മയുടെ ഇഷ്യൂ ഉള്ള ആളാണ്. അപ്പോ അതുകൊണ്ട് ഭയങ്കര പ്രിക്കോഷൻ ഒക്കെ എടുത്തിട്ടാ പോയത്. എന്നിരുന്നാൽ പോലും അതൊന്നും ഒരു വിഷയം ഉണ്ടായില്ല. 29-ാം തീയതി ഇപ്പൊ ഞങ്ങള് സ്നാനം ചെയ്യാൻ പോയത് രാവിലെ 1 മണിക്കാണ്. 28-ാം തീയതി ഏകദേശം 10-11-12 മണിക്കാണ് ഞങ്ങൾ തിരിച്ചെത്തിയത്. അന്ന് എല്ലാ പറ്റണ ഏരിയ ഒക്കെ ഞങ്ങൾ കവർ ചെയ്തിട്ട് ഞങ്ങള് അന്ന് സ്നാനത്തിന് പോയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ലേറ്റ് ആയിട്ട് എത്തിയത്. അത് കഴിഞ്ഞ് 29-ാം തീയതി രാവിലെ 1 മണിക്ക് ഞങ്ങൾ പോയി. ഏകദേശം 11 കിലോമീറ്ററോളം ഉണ്ട് ഞങ്ങളുടെ എന്താ പറയാ സെക്ടറിൽ നിന്ന് സ്നാനം ചെയ്യാൻ ത്രിവേണി സംഗമത്തിക്ക്. അപ്പോ ഞങ്ങള് സാധാരണ നടക്കുമ്പോൾ ഒരു 3 മണിക്കൂറാണ് എടുത്തിരുന്നത്. അത് ഏകദേശം 1-1.5 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തി സ്നാനം ചെയ്ത് തിരിച്ച് ഞങ്ങൾ എത്തിയപ്പോഴേക്കും വൈകുന്നേരമായി. ഈ തിരക്കിന്റെ ഇടയിൽ പെട്ടുകൊണ്ടുള്ള കുറച്ച് ഇഷ്യൂ വന്നുകൊണ്ട്. എന്നിരുന്നാൽ പോലും പരിപാടികളെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. ഇതിന്റെ ബാക്കി പുരാണ കാര്യങ്ങളിലൊന്നും എനിക്ക് അത്ര ഐഡിയ ഇല്ല. ഞാന് എന്റെ ഒരു ഇതില് മീൻസ് ഈ ഒരു ലൈഫ് ടൈമിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങള്, അതുപോലെ തന്നെ കുറച്ച് മനസ്സിലാക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതെന്തായാലും സാധിച്ചു. ഹര ഹർ മഹാദേവ. ഞാൻ എന്റെ അനുഭവം പറഞ്ഞോട്ടെ. ഗിരിജാണേ. ഞാൻ ശരിക്കും പോവണ്ട എന്ന് വിചാരിച്ചായിരുന്നു കുംഭമേളയ്ക്ക്. എന്താന്ന് വെച്ചാൽ 18-ാം തീയതി ഞങ്ങള് ഓൾറെഡി ഒരു യാത്ര ബുക്ക് ചെയ്തിട്ടുണ്ട്, കാശി അയോധ്യ ഒക്കെ കൂടെ.
അപ്പം ഇതിനും പോയി പിന്നെ ആദ്യം 18-ാം തീയതി മാർച്ച് 18-ാം തീയതി ആദ്യം പോണ്ടേന്ന് വിചാരിച്ചിട്ട് പോവണ്ട എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഞാനൊരു വേദ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ട്, അരുൺ പ്രഭാകർജിയുടെ ഗായത്രി ഗുരുകുലം. അപ്പം ആചാര്യൻ സീനിയേഴ്സിനെ, ഞാനിപ്പോ ചേർന്നിട്ട് 1 വർഷമായിട്ടേ ഉള്ളൂ, സീനിയേഴ്സിനെയും കൊണ്ട് അവിടെ ചെന്ന് രുദ്രം ചെല്ലിക്കാം എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു ആചാര്യന്. അപ്പൊ സീനിയേഴ്സിനെയും കൊണ്ടാണ് പോണത്, രുദ്രമൊക്കെ പഠിച്ചവരെ. അപ്പൊ ഞാൻ ആചാര്യനോട് ചോദിച്ചിട്ടൊക്കെ വേണം പോവാൻ. അത് മടിച്ചിട്ട് ഞാൻ പോവണ്ട എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം തിരുവൈരാണിക്കുളത്ത് പോയി ഒരു ദിവസം രാവിലെ എല്ലാരും കൂടി. അപ്പം അമ്മയുടെ കൗമുദേച്ചിനോട് ചോദിച്ചു, മിനി പോകുന്നില്ലേ എന്ന് ചോദിച്ചു കുംഭമേളയ്ക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ആചാര്യനോടൊക്കെ ചോദിച്ചിട്ട് വേണം, അത് കാരണം ഞാൻ പോണില്ല എന്നാ വിചാരിച്ചത്. അപ്പൊ പറഞ്ഞു ഒന്ന് ചോദിക്കാൻ മടിച്ചിട്ട് പോവാതിരിക്കുകയെന്ന് വെച്ചിട്ട് എന്നെ ചീത്ത പറഞ്ഞു. അപ്പൊ തൊഴുതിറങ്ങിയപ്പോ ഞാൻ കൗമുദേച്ചിയോട് ഇങ്ങനെ കാണിച്ചു, ഏതെങ്കിലും ഒരു വിരല് തൊടാൻ പറഞ്ഞു. അപ്പൊ കൗമുദേച്ചി പൊയ്ക്കോന്നുള്ള വിരല് തൊട്ടു. അയ്യോ, എനിക്ക് ഏതാണ്ട് ഭഗവതി പറഞ്ഞ പോലെയായി. അപ്പൊ തന്നെ ഞാൻ ആചാര്യന് ഒരു മെസ്സേജ് ഇട്ടു, ആചാര്യ എനിക്കും കൂടെ വരാമോ എന്ന് വെച്ചിട്ട്. 1 സെക്കൻഡ് കൊണ്ട് ആചാര്യൻ വരാം എന്നുള്ള മെസ്സേജ് തന്നു. അതും കൂടി ആയപ്പോഴത്തേക്ക് ഞാൻ എന്താ വേണ്ടെന്നായി. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ബുക്ക് ചെയ്ത് ആ ഫ്ലൈറ്റ് തന്നെ എനിക്ക് വേണമല്ലോ. അപ്പൊ ഞാൻ അവരുടെ ഏജന്റിന്റെ നമ്പർ കളക്ട് ചെയ്തിട്ട് വിളിച്ചു ചോദിച്ചു. അപ്പൊ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് എനിക്ക് ടിക്കറ്റും കൊണ്ടുപോയി. വല്ലാത്തൊരു അനുഭവമായിരുന്നു. പൈസ എടുക്കുന്നതിന് മുന്നേ എനിക്ക് ടിക്കറ്റ് കൊണ്ടുപോയി. അപ്പൊ ഇങ്ങനെ എന്താണ്ട് ദേവി എന്നെ ഇവിടെ കൊണ്ടുപോയ പോലെയായി. ഞങ്ങൾ അവിടെ ചെന്നിട്ട് കുറെ യാഗമൊക്കെ ചെയ്തു, രുദ്രം ചെയ്തു, പിന്നെ ഗായത്രി മന്ത്രോപാസന, പിന്നെ എന്താ ത്രംബകം യജാമഹേ എന്നുള്ള മന്ത്രം അത് വെച്ചിട്ട് എല്ലാം ചെയ്തു. പിന്നെ നമ്മള് പൗർണമി തുടങ്ങണേന്റെ ജസ്റ്റ് തലേന്നാണ് പോയിട്ട് എല്ലാവരും 2 വണ്ടിയിലൊക്കെ ആയിട്ടാണ് പോയത്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ആദ്യം കാശിയിൽ പോയി. കാശിന്ന് പിന്നെ പിറ്റേ ദിവസമാണ് ഇങ്ങോട്ട് വന്നത്. എല്ലാ യാത്രയ്ക്കും വളരെ സുഖമായിരുന്നു. 30 കിലോമീറ്റർ മുന്നേ ഞങ്ങള് ബ്ലോക്ക് ചെയ്തു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഒരു പോലീസുകാരന്റെ സഹായത്തോടെ ഞങ്ങള് 20 കിലോമീറ്ററും കൂടെ ഫ്രണ്ടിലേക്ക് ആക്കി തന്നു. അത് കഴിഞ്ഞ് പിന്നെ 10 കിലോമീറ്റർ നടക്കണല്ലോ ഈ സ്ത്രീകളെല്ലാം ബാഗും പിടിച്ച്. അപ്പോഴേക്ക് ഈ കാളകളെയൊക്കെ കൊണ്ടുപോകണ ഒരു വണ്ടി വന്നു. എല്ലാവരും അതിനകത്ത്, കന്നുകാലികളെ കൊണ്ടുപോകണ വണ്ടിയില്ല, എല്ലാവരും കൂടെ അതിനകത്ത് കയറി ഒരുവിധം ഒരു 1.5 കിലോമീറ്റർ നടക്കാൻ പാകത്തിന് ഞങ്ങൾ എത്തി. അപ്പൊ 12 ഞങ്ങളുടെ സെക്ടർ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ തന്നെ യാഗം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരുന്ന ഇത് കുറേ ദൂരെയായിരുന്നു. പക്ഷെ അത് വേണ്ട, ഇവിടെ തന്നെ മതി എന്ന് പറഞ്ഞ് അവിടെ എല്ലാറ്റിനും സൗകര്യം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ താമസിക്കണമൊക്കെ. അപ്പൊ അങ്ങനെ വളരെ വളരെ തൃപ്തിയായിട്ട്, ഇത്ര തൃപ്തിയായിട്ട് ആചാര്യനും അതെ 11 തവണ ഞങ്ങളെ കൊണ്ട് സ്നാനം ചെയ്യിച്ചു. പിന്നെ പൗർണമി തുടങ്ങി അപ്പോഴേ ഉള്ളൂ. അപ്പൊ തന്നെ ആൾക്കാര് നമ്മളിങ്ങനെ സ്നാനം ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കന്നെ ആൾക്കാർ അങ്ങോട്ട് പോയി തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ സ്നാനം ചെയ്യാനുള്ള ആൾക്കാര്, അവരെ കാണുമ്പോൾ അത്രയ്ക്കും തിരക്കായിരിക്കും രാവിലെ. പിന്നെ ഇത്രയും ദൂരത്തുനിന്ന് വണ്ടി കിട്ടില്ല, 2 വണ്ടി മാറി കയറിയിട്ടാണ് നമ്മൾ അവിടേക്ക് എത്തിയത്. അപ്പൊ അത്രയും ദൂരത്തുനിന്ന് വണ്ടി കിട്ടില്ല, 5 മണിക്കൂറൊക്കെ നടക്കേണ്ടി വരും രാവിലെ. അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് തലേ ദിവസം വൈകുന്നേരം ആക്കിയതാണ്. എന്തായാലും എല്ലാവരും വളരെ തൃപ്തിയായിട്ട് എല്ലാം ചെയ്യാൻ പറ്റി. ശരിക്കും ഈശ്വരന്റെ ഒരു കടാക്ഷം. ഇനിയിപ്പോ 18-ാം തീയതി ആദ്യം പോയിട്ട് ഒന്നും കൂടി നിങ്ങൾ സ്നാനം ചെയ്യുന്നുണ്ട്. താങ്ക് യു. എല്ലാവർക്കും നമസ്തേ. നമ്മൾ ഭാനുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഞാനും ഈ ഒരു ഇതിൻ്റെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചത്. മറ്റൊന്നുമല്ല, ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം തൊട്ട് തന്നെ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് പോകണ്ടേന്നൊക്കെ. ഞാൻ എൻ്റെ ഒരു വളരെ സരസമായിട്ടുള്ള രീതിയിൽ ഞാൻ മറുപടി പറഞ്ഞു, നിങ്ങളൊക്കെ ഈ മഹാകുംഭമേളയിൽ പങ്കെടുത്തോ, അടുത്ത മഹാകുംഭമേള ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിരുന്നു ഞാൻ. അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്തൊക്കെ അതെല്ലാം ഒഴിവാക്കി വിട്ട് നമ്മൾ ഒരു ദിവസം ഇതുപോലെ ഉച്ചയായപ്പോൾ എൻ്റെ അമ്മാവനോട് വർക്ക് ചെയ്യുന്നുണ്ട്, അടുത്ത് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേ ഇങ്ങനെ എന്തോ ഒരു കാര്യം പറയാനായിട്ട് വിളിച്ചിരുന്നു. അന്നേരം വേണം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പോകാനുള്ള പരിപാടി ഇടുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്ന സമയത്ത് എനിക്കും തോന്നി ഇത് ലാസ്റ്റ് ചാൻസ് ആയിരിക്കാം, എന്തായാലും ഞാനും വരാം എന്നുള്ളതിൽ ഞാനൊരു മറുപടി കൊടുത്തു.
പക്ഷേ അന്നേരവും എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. കാരണം കമ്പനിയിലൊന്നും ചോദിച്ചിട്ടില്ല, ലീവിൻ്റെ കാര്യമൊന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ പോകുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ച വൈകിട്ട് ഇവിടെ നിന്ന് പോയിട്ട് തിങ്കളാഴ്ച വെളുപ്പിനെ തിരിച്ചെത്താം എന്നുള്ള രീതിയിലാണ് യാത്ര പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ കുറെ കൂടെ എനിക്ക് തോന്നി എന്നാ ഇത് ചാൻസ് നമുക്ക് കിട്ടിയത് തന്നെയാണ്. അങ്ങനെ ഓക്കെ പറഞ്ഞു. എന്തായാലും നമ്മൾ നിത്യം ജപിക്കാറുള്ളത് പോലെ തന്നെ സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര. നമ്മുടെ ഗുരുപരമ്പരയുടെ ആ ഒരു പുണ്യകർമ്മത്തിൽ നമുക്കൂടെ ഭാഗവെക്കാൻ സാധിച്ചു. ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് വാരണാസി, പ്രയാഗ്രാജ് ഈ 2 സ്ഥലം മാത്രമേ നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെങ്കിൽ ഇവിടുന്ന് പോകുന്നതിൻ്റെ അന്ന് വൈകിട്ട് എല്ലാവരും എയർപോർട്ടിൽ വെച്ച് കണ്ട സമയത്ത് പറഞ്ഞു, നമുക്ക് ആദ്യം ലക്നൌവിലാണ് ഞങ്ങൾ പോയത്. ലക്നൗ പോയിട്ടാണ് അവിടുന്ന് വാരണാസിയും പ്രയാഗ്രാജും പോകാൻ തീരുമാനിച്ചിരുന്നത്. ആദ്യം അയോധ്യയിൽ പോകാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ എല്ലാവരും പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല പോകാമെന്ന് പറഞ്ഞിരുന്നു. ആദ്യം അയോധ്യയിൽ പോയി നല്ല രീതിയിൽ ദർശനം കിട്ടി. പക്ഷെ തിരിച്ചിറങ്ങിയ സമയത്ത് അവിടെ നമ്മൾ ജനസാഗരം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. അവിടെ കിലോമീറ്ററുകളോളം 2 സ്ഥലത്തും ഭഗവാൻ ശ്രീരാമനെ തൊഴാനും ഹനുമാൻ സ്വാമി ആയിട്ടുള്ള ആ വലിയൊരു തിരക്കിനിടയ്ക്ക് നമ്മൾ പെട്ടുപോയി. അങ്ങനെ പതുക്കെ 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 വാരണാസി എന്നുള്ള ആ ഒരു ഇത് നമ്മൾ ഒഴിവാക്കി. പോകുന്ന സമയത്ത് തിരക്ക് കൂടിക്കൂടി വന്നു. റോഡുകളൊക്കെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ രാത്രി യാത്ര ഇങ്ങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വിശ്രമിക്കാനുള്ള റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മുടെ ആ സമയത്ത് നമ്മുടെ ലക്ഷ്യം പ്രയാഗ്രാജിലെത്തുക, അവിടെ സ്നാനം ചെയ്യാനുള്ളതാണ്. അങ്ങനെ ഏകദേശം ഒരു 2 മണിയോടുകൂടി വെളുപ്പിനെ 2 മണിയോടുകൂടി ഞങ്ങൾ പ്രയാഗ്രാജിലെത്തി. അവിടെ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത 1-2 പേരുണ്ടായിരുന്നു. അവരുടെ വീടുകളിലൊക്കെ പോയി കുറച്ചു നേരമൊക്കെ വിശ്രമിച്ചിട്ട് നേരെ ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ ആ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാൻ സാധിച്ചു. ഞങ്ങൾ 8 പേരോളം ഉണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഭക്തിയുടെ അല്ലെങ്കിൽ ആ ആധ്യാത്മികതയുടെ ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് ഞാൻ നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഭാനുവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒന്ന് വൃത്തിയുടെ കാര്യങ്ങൾ. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്തായാലും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുന്ന സമയത്ത് അവരൊക്കെ പറഞ്ഞു ഇവിടെയും ആൾക്കാരൊന്നുമില്ല, എല്ലാവരും കുംഭമേളയ്ക്ക് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ സെക്ടർ വൈസ് ആയിട്ടാണ് എല്ലാം തിരിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നമുക്ക് പരിചയമുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ 2 വണ്ടിയിലാണ് ലക്നൗ എയർപോർട്ടിൽ നിന്ന് പോയത്. അവർക്ക് അറിയാവുന്നത് കൊണ്ട്, അവിടുത്തെ നാട്ടുകാരായതുകൊണ്ടും പോലീസുകാരെ കുറച്ചുകൂടെയൊക്കെ അറിയാവുന്നത് കൊണ്ടും നമുക്ക് ഗംഗാ സ്നാനം ചെയ്യുന്നതിൻ്റെ അടുത്ത് വരെ നമുക്ക് വണ്ടിയെ തന്നെ നമുക്ക് എത്താൻ സാധിച്ചു. 2 വണ്ടി പോലീസുകാർ കടത്തി വിട്ടു. ഒന്നാമത് വെളുപ്പിന് സമയമായതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ഒരു 5:30-6 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ച് കയറാമെന്നൊക്കെ വിചാരിച്ചിരുന്നു, തിരക്കുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഒരു 5 മണി കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് മേളത്തെ പാലം ഫുള്ള് ബ്ലോക്കാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം തോന്നിയത് നമ്മുടെ ആ ഒരു വരും തലമുറ പോലും ഈ ഒരു സ്നാനത്തിൽ പങ്കാളികളാവുന്നു. കാരണം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് കൊച്ചു കുട്ടികളെ കൊണ്ട് അവരുടെ നമുക്കറിയാം, നമ്മൾ കൊച്ചു കുട്ടികളെ നമ്മൾ വീട്ടിലൊക്കെ എങ്ങനെയാണോ കുളിപ്പിക്കുന്നത് അത് മാറിയിട്ട് അവിടെ അമ്മമാർ കൊച്ചു കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിട്ട് അവിടെ അവിടെ പുണ്യനദിയിൽ സ്നാനം ചെയ്യുന്നത് വളരെയധികം നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് ഒരു തലമുറ കൂടി വളർന്നു വരുന്നു എന്നുള്ളത് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ അവിടെ സെക്ടർ വൈസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഇതിൻ്റെയൊക്കെ കുറേ ഒരു ശരിക്കും പറഞ്ഞാൽ റോഡ് പോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സ്ഥലത്തൂടെയൊക്കെ സാധാരണ റോഡിൽ കൂടെ എങ്ങനെയാണോ വണ്ടികൾ പോകുന്നത് അതേപോലെ തന്നെ വാഹനങ്ങളൊക്കെ തന്നെ പോകുന്നുണ്ടായിരുന്നു. പോലീസ് വാഹനങ്ങളുണ്ടായിരുന്നു, മറ്റുള്ള ചില കുറച്ച് ആളുകളുടെയൊക്കെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ ശേഷം നമ്മൾ അവിടെ ചുറ്റി എല്ലാ കഴിയുന്നത്ര സമയം കൊണ്ട് കഴിയുന്നത്ര അഖാഡകളിൽ സന്യാസിമാരെ സ്വാമിമാരെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു അവിടെ. ഏതായാലും വളരെ ജീവിതത്തിൽ വളരെ ഒരു ഭാഗ്യം തന്നെയാണ്. അത് പോയില്ലായിരുന്നെങ്കിൽ വളരെ ഒരു നഷ്ടമായിരുന്നു എന്ന് തന്നെ കരുതുന്നു. നന്ദി, നമസ്കാരം.
ഞങ്ങള് സ്നാനം ചെയ്ത് തിരിച്ചു വരുമ്പം ഞങ്ങളുടെ ആചാര്യന് ഒരു സന്യാസി അനുഗ്രഹിച്ചു. കാര്യം മനസ്സിൽ എന്താണ് ആഗ്രഹം അതൊക്കെ സാധിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു ആ സന്യാസി. അപ്പം ആചാര്യന് ഒരു ദക്ഷിണ പോലെ 501 രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അപ്പൊ ആ സന്യാസി ആ രൂപ അങ്ങോട്ട് തന്നെ ആചാര്യന്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു. പെട്ടെന്ന് അതൊരു സാളഗ്രാമമായിട്ട് മാറി. ശരിക്കും എല്ലാവരും കാണെ തന്നെ. ആ സാളഗ്രാമത്തിന് ഭയങ്കര ചൂടായിരുന്നു. ഞങ്ങളുടെ കയ്യിലൊക്കെ തന്നു ആ സാളഗ്രാമം തൊടാനായിട്ട്. അങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചു. ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റി. ചെറിയൊരു സാളഗ്രാമമാണ് കയ്യിൽ ഒതുങ്ങണേ, പക്ഷെ അത് വളരെ ചൂടായിരുന്നു. ആ രൂപ തന്നെ ഇങ്ങനെ മാറി സാളഗ്രാമമായ പോലെ ആണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അത്ഭുതം. ഞങ്ങള് 8-ാം തീയതി പോയിട്ട് 15-ാം തീയതിയാണ് തിരിച്ചു വന്നത്. കുറച്ചു ദിവസം അവിടെ ഉണ്ടായിരുന്നു. നന്നായിട്ട് യാഗങ്ങളൊക്കെ ചെയ്ത് ഭക്ഷണം എല്ലാം ഞങ്ങള് രാത്രിയായാൽ എല്ലാ സന്യാസിമാരുടെയും സ്ഥലങ്ങളൊക്കെ കുറെയൊക്കെ സഞ്ചരിച്ച് കണ്ടു. പിന്നെ രുദ്രാക്ഷത്തിന്റെ അവിടേക്കൊന്നും പോകാൻ പറ്റിയില്ല. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കുറെ സ്വാമിമാരുടെയൊക്കെ സ്ഥലങ്ങളൊക്കെ കണ്ടു. കുറെ ദൂരമൊക്കെ സഞ്ചരിച്ചു. 12-ാം തീയതി തിരിച്ചു പോന്നു. 12-ാം തീയതി ആണ് ഞങ്ങൾക്ക് 12-ാം തീയതി ഒരു 8 മണിയോടെ ഞങ്ങൾ ആ വീതിയിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. ആരും ഉണ്ടായില്ല ആ വീതിയിലൊന്നും. എല്ലാവരും സ്നാനത്തിന് പോയ സമയമായിരുന്നു. അപ്പൊ അവിടെ മുഴുവൻ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ആ പൗർണമി ചന്ദ്രൻ ഇങ്ങനെ വെളിച്ചം തരുന്ന അവിടെ ഉള്ള ലൈറ്റിനെക്കാട്ടിലും കൂടുതൽ വെളിച്ചം തരുന്ന സമയത്ത് ആചാര്യനും ഞങ്ങളും കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. എല്ലാവരും ഓരോ കാര്യങ്ങളും പറഞ്ഞ് വളരെ വളരെ തൃപ്തിയായി. ശരിക്കും എല്ലാവർക്കും സ്നാനവും ഞങ്ങളെല്ലാ സൂക്തങ്ങളൊക്കെ ചൊല്ലി വളരെ തൃപ്തിയായി. അങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ആദ്യമായിട്ട് ഈശ്വരൻ പറഞ്ഞു വിട്ടിട്ട് ചെയ്തു. അടുത്ത ആരാന്ന് വെച്ചാൽ പറയാം, സമയം കളയണ്ട. അടുത്ത കുംഭമേള നാസിക്കിലാണ് തോന്നുന്നു അല്ലേ? ത്രയംബകേശ്വര അമ്പലത്തിനടുത്തായിട്ട്. നാസിക്കല്ല, ഉജ്ജയിനി അല്ലേ? ഉജ്ജയിനിയിലെ മഹാകാളേശ്വര ക്ഷേത്രം അല്ലേ? അവിടെയാണെന്ന് തോന്നുന്നു. ഉജ്ജയിനിയിലടുത്ത്. ആരൊന്നും പറയണില്ലെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതിനിടയ്ക്ക് പിന്നെ എൻ്റെ മകളുടെ ഹസ്ബൻഡിന്റെ അച്ഛന് തീരെ വയ്യാതിരിക്കായിരുന്നു. അദ്ദേഹം ഞാൻ പോകുമ്പോഴൊക്കെ നല്ല യാത്രയൊക്കെ പറഞ്ഞപ്പം നല്ല ഹാപ്പി ആയിട്ടാണ് മറുപടിയൊക്കെ പറഞ്ഞത്. പക്ഷെ അവിടെ എത്തി ഞാന് ഹോമം നടന്നുകൊണ്ടിരിക്കുക, മൃത്യുഞ്ജയ ഹോമം ജസ്റ്റ് നടക്കാൻ പോകുന്നു. അപ്പം മകൾ എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടു, അമ്മേ അച്ഛന് തീരെ വയ്യ, അപ്പം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പോവാണ്, അമ്മ ഒന്ന് നന്നായി പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടു. അമ്മ ഏതായാലും നല്ല പവിത്ര ഭൂമിയിലാണല്ലോ, അമ്മ ഒന്ന് നന്നായി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടു. അത് വായിച്ച് ആ ഫോണ് അങ്ങോട്ട് ഓഫ് ചെയ്യലും പിന്നെ അത് വായിച്ച് അത് കേട്ടും എല്ലാം കേട്ടു അതിൻ്റെ ഇടയ്ക്ക്. അപ്പൊ അത് ഓഫ് ചെയ്യലും ആചാര്യൻ എന്നെ മൃത്യുഞ്ജയ ഹോമം ചെയ്യാൻ വിളിച്ചു. എനിക്ക് വളരെ എന്താ പറയണ്ടത്, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി അത്രയും സ്വാത്വികനായിട്ടുള്ള ഒരു മനുഷ്യനാണ്.
അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ആ ഭൂമിയിൽ വെച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂലോ എന്ന് വിചാരിച്ച് നന്നായിട്ട് ഭഗവാനെ വരികയാണെങ്കിൽ നല്ല ആരോഗ്യത്തോടെ ഇങ്ങോട്ട് വരണം, ഇല്ലാച്ചെങ്കിൽ ഈശ്വര മോക്ഷം കൊടുക്കണേന്ന് ഓരോ എള്ളിന്റെ ഇതെടുത്ത് മൃത്യുഞ്ജയ മന്ത്രം ചെയ്യുമ്പോഴും ഞാൻ അതാ പ്രാർത്ഥിച്ച് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് മൃത്യുഞ്ജയ മന്ത്രം കഴിഞ്ഞു, തിരിച്ചുവിടെ എത്തിയപ്പം മരിച്ചു എന്നുള്ള മെസ്സേജ് കിട്ടി. അപ്പൊ ഞാൻ ആചാര്യനോട് ചോദിച്ചു എന്താ ഇനി ചെയ്യേണ്ടത് ഞാൻ ചോദിച്ചു. അപ്പൊ ആചാര്യൻ പറഞ്ഞപ്പോ ഓടി ചെന്നിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല, എന്താ വെച്ചാ രക്തബന്ധമൊന്നുമില്ല, പിന്നെ 12 എല്ലാ സ്ഥലവും അടച്ചിട്ടുണ്ട്, ഒറ്റയ്ക്ക് വിടാനും പറ്റില്ല അവിടെ. അപ്പം എന്നോട് പറഞ്ഞു തർപ്പണം സ്നാനം ചെയ്യുമ്പം ഈ പുണ്യഭൂമിയിൽ നിന്ന് അദ്ദേഹത്തിനെ ഓർത്ത് തർപ്പണം ചെയ്യേണ്ടത് പറഞ്ഞു. അപ്പൊ അതും കൂടി എനിക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റി. ചിലപ്പോ ഞാൻ വിചാരിക്കുക അതിനു വേണ്ടിയിട്ടാണോ എന്നെ ഓടിച്ചിട്ട് പിടിച്ച് കൊണ്ടുപോയത് ഞാൻ ചിലപ്പോ വിചാരിക്കും. അത്രയും നല്ലൊരു സാത്വികനായിട്ടുള്ള മനുഷ്യനായിരുന്നു. എന്താ പറയണ്ടേ, നമ്മുടെ രീതിക്ക് ജീവിച്ച് ഉള്ളി പോലും ഉപയോഗിക്കാതെ പുറത്തുനിന്നുള്ള ഒരു ഭക്ഷണം കഴിക്കാതെ സാത്വികമായ വിചാരവും പ്രവൃത്തികളും ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ എനിക്ക് ചിലപ്പോ തോന്നുക അദ്ദേഹത്തിന് വേണ്ടി ഒരു തർപ്പണം ജയിക്കാനായിരിക്കാം എന്നെ ഇങ്ങനെ ഓടിച്ചിട്ട് പിടിച്ചു കൊണ്ടുപോയെന്ന് ഞാൻ വിചാരിക്കാം. എന്തായാലും ജീവിതത്തിൽ ഇത്രയും നല്ലൊരു അനുഭവം ഈശ്വരൻ തന്നതിന് ആരുടെക്കോ പുണ്യം. ഇനി ആരെങ്കിലും സംസാരിക്കാനായിട്ട് ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞാൽ വളരെ നന്നായി. ഭാഗവത മഹാപുരാണത്തില് പല ആളുകൾ കണ്ടുമുട്ടുമ്പോൾ ഭാഗവതം പറയൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുക, അതുപോലൊരു മഹത് സാഗരമായിരുന്നു മഹാകുംഭമേള എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൂരത്തുനിന്നായാലും ഇതിനെപ്പറ്റി അറിയാനും ശ്രവിക്കാനൊക്കെ കഴിഞ്ഞത് വളരെ സന്തോഷം. ഈ പ്രോഗ്രാമിലെ നന്ദി പ്രകടനത്തിനായിട്ട് നാരായണേട്ടൻ അദ്ദേഹത്തിനെ ക്ഷണിച്ചോളുന്നു. TVSRCയുടെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. 144 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന ഈ മഹാകുംഭമേളയിൽ പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ ഗ്രൂപ്പിൽ പലരും പങ്കെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു പുണ്യമായിട്ട് കാണുന്നു. ആദ്യമായി അവിടെ പോയ അതിൽ പങ്കെടുത്ത എല്ലാ മഹത്വത്തികൾക്കും ഒരു നമസ്കാരം. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് ആൾക്കാർ പോകുമ്പോൾ അത് ഷെയർ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും പോകാൻ പറ്റാത്തവർക്കും അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയും അവിടെ ഉള്ള അനുഭവങ്ങളെ പറ്റിയും ഒരു വിവരണം കിട്ടുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അത് ഇന്നത്തെ ഈ പരിപാടി കൊണ്ട് അതാണ് ഉദ്ദേശിച്ചത്. അധികം ആൾക്കാരെ എല്ലാവരും ഇന്നത്തെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടില്ല, പോയവരെല്ലാവരും ഒന്നും പങ്കെടുപ്പിക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും വന്നവരിൽ നിന്ന് ആ കുറച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റിയത് വളരെ വലിയ കാര്യമാണ്. ശ്രീരാമേട്ടനൊക്കെ കൂടുതൽ അനുഭവങ്ങൾ പറയാനുണ്ടാവും, പക്ഷെ അധികമൊന്നും പറഞ്ഞില്ലെങ്കിലും ചുരുക്കത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോയി. അങ്ങനെ പങ്കെടുത്ത ശ്രീരാമേട്ടൻ, ഭാനുപ്രകാശ്, ദിലീപ്, ഗിരിജ, മഹേഷ്, എല്ലാവർക്കും നന്ദി. ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് നന്നായി കിട്ടി, അതിനൊരു ഭാഗ്യമുണ്ടായി. ആ ഭാഗ്യത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു ഈ കൂട്ടായ്മയുടെ പേരിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം. നമസ്തേ.
നമസ്കാരം. നമസ്കാരം. നമസ്കാരം.